ഒന്ന് മക്കൾക്ക് പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മൾ കൊടുക്കുക. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളതിനൊരു നെഗറ്റീവ് രൂപത്തിലാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ പോസിറ്റീവ് സ്ട്രോക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. കുട്ടികൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സാരമില്ല, നീ ഇത്രത്തോളം പരിശ്രമിച്ച് ഇത്ര മാർക്ക് നിനക്ക് കിട്ടിയില്ലേ, ഇൻഷാ അള്ളാ ഇനി ഒന്നുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള രൂപത്തിൽ നമ്മുടെ വാക്കുകൾ അവർക്ക് നൽകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സമയത്ത് പലപ്പോഴും അവർ നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് വിലയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്തതിനെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് കിട്ടിയതിനെക്കുറിച്ച്. അല്പം ശ്രമിച്ചതുകൊണ്ട് നിനക്ക് ഇത്രമാത്രം കിട്ടി, ഇനി ഇതിനേക്കാൾ ഒന്നുകൂടി ശ്രമിക്കുകയാണെങ്കിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന പോസിറ്റീവ് സ്ട്രോക്ക്. രണ്ടാമത്തെ കാര്യമാണ് എൻ്റെ മനസ്സിൽ കൂടി ആ ഒരു കാര്യം പതിഞ്ഞു സർ, അഥവാ വിഷ്വലൈസേഷൻ. നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വിഷ്വൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം അത് പറയാൻ പറ്റും നമുക്കറിയില്ല, അത്രത്തോളമാണ്. നമ്മൾ നേടാൻ പോകുന്ന ഒരു നേട്ടത്തിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രൂപം. ഇപ്പോൾ ഞാൻ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് അതിൻ്റെ വരാന്തകളിലൂടെ അങ്ങനെ നടന്നുപോയി അതുപോലെ അവിടെയുള്ള രോഗികളെയൊക്കെ പരിശോധിക്കുന്നതിൻ്റെ മനസ്സിലേക്ക് ഒരു രൂപമായി കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പരീക്ഷാ സമയത്ത് എത്തി നിൽക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളോട് പറയാനുള്ളത്, പീസ് റേഡിയോ സ്നേഹക്കൂടിന് പറയാനുള്ളത്, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയെ നല്ലൊരു പോസിറ്റീവ് രൂപമായിട്ട്, ഒരു പോസിറ്റീവ് ഇമേജ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അഥവാ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നു പുഞ്ചിരിയോടുകൂടി, നല്ല മുഖപ്രസന്നതയോടുകൂടി പോകുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ചെയ്യേണ്ട നമസ്കാരങ്ങൾ കൃത്യമാക്കി, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ച് പരീക്ഷയെ എളുപ്പമാക്കാനുള്ള രൂപത്തിൽ പ്രാർത്ഥന, നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കൂട്ടുകാർ നമ്മളെപ്പോലെ പരീക്ഷ എഴുതുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലി മുന്നോട്ട് പോവുക. അതോടൊപ്പം പരീക്ഷ എഴുതുന്നത് മനസ്സിൽ രൂപമായി കാണുക. പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകുന്നു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വാങ്ങുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുമ്പോൾ ഏറ്റവും നമുക്കറിയുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നിറയെ കാണുന്നത്. ഓരോ ചോദ്യത്തിനും കൃത്യമായി ആൻസറുകൾ എഴുതി പരീക്ഷാ ഹാളിൽ പേപ്പർ ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ച് സുന്ദരമായി പുഞ്ചിരിയോടുകൂടി പുറത്തേക്ക് വരുന്നത് മനസ്സിൽ രൂപം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു വിജയം നമുക്കുണ്ടാവും. പരീക്ഷാ പേടിയും അതല്ലെങ്കിൽ പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷനും നമുക്കുണ്ടാവില്ല എന്നുള്ളതാണ്.